അതിഷി മർലേന ഡൽഹി മുഖ്യമന്ത്രിയാവുകയാണ്. ഡൽഹിക്ക് ഒരു ഇടവേളയ്ക്ക് ശേഷം വനിതാ മുഖ്യമന്ത്രി വരുന്നു. ഷീലാ ദീക്ഷിത് മുഖ്യമന്ത്രിയായിട്ടുണ്ട്, സുഷമ സ്വരാജ് മുഖ്യമന്ത്രിയായിട്ടുണ്ട്. ഇപ്പോൾ ആ പട്ടികയിലേക്ക് ഒരു വനിതാ നേതാവ് കൂടി വരികയാണ്. അതിഷി ഡൽഹി മുഖ്യമന്ത്രിയാകും. വിജയകുമാർ ഉണ്ട് വിവരങ്ങൾ നൽകാനായി. വിജയകുമാർ, ഏറ്റവും കൂടുതൽ കേട്ടുകൊണ്ടിരുന്ന പേരാണ് അതിഷിയുടേത്. ഇപ്പോൾ ആപ്പിന്റെ ആ പ്രഖ്യാപനം വരികയാണ്. അതിനെ എങ്ങനെയാണ് വിലയിരുത്തേണ്ടത്? വേണു, അതിൽ ഏതെങ്കിലും തരത്തിൽ അതിശയോക്തിയില്ല. കാരണം അതിഷി തന്നെ മുഖ്യമന്ത്രിയാകുമെന്നത് ഏതാണ്ട് ഏറെക്കുറെ ഉറപ്പായിരുന്നു. കാരണം അരവിന്ദ് കെജ്രിവാൾ അദ്ദേഹത്തിൻ്റെ പാർട്ടി ആം ആദ്മി പാർട്ടിയുടെ രീതിയും സ്വഭാവവും ഒക്കെ അനുസരിച്ച് കെജ്രിവാളിന് അധികാരത്തിൽ നിന്ന് പുറത്തു മാറി നിൽക്കേണ്ടി വരുന്ന സാഹചര്യമുണ്ടായാൽ അദ്ദേഹത്തിന് നിയന്ത്രിക്കാവുന്ന തരത്തിൽ ഒരു അധികാര കേന്ദ്രത്തെ മാത്രമേ മുഖ്യമന്ത്രിയുടെ വസതിയിലേക്ക് അദ്ദേഹം കൊണ്ടുവരികയുള്ളൂ. അദ്ദേഹം ജയിലിലായിരുന്ന സമയത്ത് മുഖ്യമന്ത്രി പദവിയിൽ തുടരുന്നുണ്ട് എങ്കിൽ പോലും അദ്ദേഹം കാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്നത് അതിഷിയിലൂടെയാണ്. അതിഷിക്ക് ചുമതല, ഒരു താൽക്കാലിക ചുമതല എന്ന മട്ടിൽ കൈകാര്യങ്ങൾ ചെയ്തിരുന്നത് അതിഷി തന്നെയാണ്. പിന്നെ സുനിത കെജ്രിവാളിനെ മുഖ്യമന്ത്രിയാക്കണമെന്ന് അരവിന്ദ് കെജ്രിവാൾ ആഗ്രഹിക്കുന്നുണ്ടാകാം. പക്ഷേ അങ്ങനെ ഒരു നീക്കം നടത്തിയാൽ ഉറപ്പായും അത് പാർട്ടിക്കകത്ത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയ വലിയ ചോദ്യങ്ങൾ ഉയരുകയും ചെയ്യും. അതുകൊണ്ട് സുനിത കെജ്രിവാളിനെ അദ്ദേഹത്തിന് താല്പര്യമുണ്ടെങ്കിൽ പോലും ആ പദവിയിലേക്ക് കൊണ്ടുവരാൻ കഴിയില്ലായിരുന്നു. അപ്പോൾ സ്വാഭാവികമായും അത് അതിഷിയിലേക്ക് തന്നെ എത്തും. സൗരവ് ഭരദ്വാജ് അടക്കം വളരെ പ്രധാനപ്പെട്ട നേതാക്കൾ ആ പാർട്ടിയിലുണ്ട്. പക്ഷേ ഇവിടെ അതിഷിയെ പിന്തുണയ്ക്കുന്നത് കെജ്രിവാൾ മാത്രമല്ല, മനീഷ് സിസോദിയ, ഈ പാർട്ടിയിലെ രണ്ട് പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രങ്ങൾ, ഇപ്പോൾ മുഖ്യമന്ത്രി കഴിഞ്ഞാൽ സിസോദിയ, രണ്ടുപേർക്കും ഒരേ നിലപാട് തന്നെയായിരുന്നു. അതുകൊണ്ട് വ്യത്യസ്ത അഭിപ്രായം ആ പാർട്ടിയിൽ ഉണ്ടോ എന്നതിൽ ആലോചന നടക്കുന്നതിന് മുൻപ് തന്നെ അതിഷിയുടെ പേര് നിയമസഭാ കക്ഷി യോഗത്തിലേക്ക് ഉണ്ടാവുകയും അവർ മുഖ്യമന്ത്രിയാവുകയും ചെയ്യുമെന്നതിൽ വേറെ തർക്കമോ സംശയമോ ഒന്നും ഉണ്ടായിരുന്നില്ല. അത് തന്നെ സംഭവിച്ചു. ശരി, ഇപ്പോൾ വിനീത വിജിയും ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. വിനീത, ഇപ്പോഴുള്ളത് ഈ പ്രധാനപ്പെട്ട പാർലമെന്ററി പാർട്ടി യോഗം നടന്ന കേജ്രിവാളിന്റെ വസതിക്ക് മുന്നിലാണ്. വിനീത, ഈ അതിഷിയിലേക്ക് എങ്ങനെയാണ് തീരുമാനമെത്തിയത്? ഏകാഭിപ്രായമായിരുന്നോ? എന്തൊക്കെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ? തീർച്ചയായും വേണു, ഈ പ്രഖ്യാപനം അല്പസമയത്തിനകം ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകും. നേതാക്കൾ അല്പസമയത്തിനകം അരവിന്ദ് കെജ്രിവാളിന്റെ വീടിന്റെ മുൻപിലെത്തി മാധ്യമങ്ങളെ നേരിൽ കാണുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ തന്നെ ആരൊക്കെയാണ് ഈ പ്രഥമ പരിഗണനയിലുള്ളത് എന്നതിൽ ഏറ്റവും വലിയൊരു മുൻഗണനാ പട്ടികയിൽ തന്നെയായിരുന്നു അതിഷിയുടെ പേരുണ്ടായിരുന്നത്. കാരണം സുപ്രധാന വകുപ്പുകളടക്കം വിദ്യാഭ്യാസം, പൊതുമരാമത്ത്, ജലവിഭവം തുടങ്ങി ഏതാണ്ട് 10ഓളം സുപ്രധാന വകുപ്പുകളാണ് അതിഷി കൈകാര്യം ചെയ്യുന്നത്. ഒപ്പം തന്നെ അരവിന്ദ് കെജ്രിവാൾ ജയിലിലായിരുന്ന സമയത്ത് പോലും മന്ത്രിസഭയെ ഒന്നിച്ചു നിർത്തി മുന്നോട്ട് കൊണ്ടുപോയതും സുപ്രധാനമായിട്ടുള്ള നീക്കങ്ങൾ നടത്തിയതുമൊക്കെ അതിഷിയായിരുന്നു. അതുകൊണ്ട് തന്നെ അതിഷിയുടെ പേര് തന്നെയായിരുന്നു പ്രഥമ പരിഗണനയിൽ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഇതാ അതിഷിയെ ഒന്നിച്ച് തന്നെ അവർ തീരുമാനിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ചേർന്ന രാഷ്ട്രീയകാര്യ സമിതി യോഗവും സമാനമായിട്ടുള്ള ഒരു തീരുമാനം തന്നെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഈ അംഗങ്ങളെല്ലാം ഒന്നിച്ച് തന്നെ അതിഷിയുടെ പേരിലേക്ക് എത്തിച്ചേരുകയായിരുന്നു. ഒപ്പം തന്നെ മറ്റു ചില പേരുകൾ കൂടി ആ ഘട്ടത്തിൽ ഉയർന്നിട്ടുണ്ടായിരുന്നുവെങ്കിലും ഒടുവിൽ അതിഷി എന്ന ഒറ്റ പേരിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനമായി പറയേണ്ടത് ഈ അരവിന്ദ് കെജ്രിവാൾ തന്റെ പകരക്കാരിയായി പലപ്പോഴും കണ്ടിരുന്നത് അതിഷിയെ തന്നെയായിരുന്നു. ജയിലിലുണ്ടായിരുന്ന സമയത്ത് പോലും ഡൽഹിയിലെ ഭരണം സുഗമമായി മുന്നോട്ട് കൊണ്ടുപോയത് മന്ത്രി അതിഷിയുടെ നേതൃത്വത്തിൽ തന്നെയായിരുന്നു. പല സുപ്രധാന ഫയലുകളിലേക്കടക്കം അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തീരുമാനങ്ങളിലേക്കടക്കം എത്തിയതും അതിഷിയിൽ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും ഒടുവിൽ അതിഷിയുടെ പേരിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നത്.